നമ്മൾ ഈ വെനിസ്വേലയിലെ സംഭവം കുറേയൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതിന് സമാനമായ ചില സംഭവങ്ങൾ ക്യൂബയിലും അതേപോലെ തന്നെ ഗ്രീൻലാൻഡിലും നടക്കും എന്ന വാർത്തയും വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഗ്രീൻലാൻഡാണ്. ഗ്രീൻലാൻഡിലെ പൗരന്മാർക്ക് പണം കൊടുത്തോ അല്ലെങ്കിൽ വെനിസ്വേല പോലുള്ള ഒരു അർദ്ധരാത്രി ഓപ്പറേഷൻ നടത്തിയോ ഗ്രീൻലാൻഡ് സ്വന്തമാക്കും എന്നത് ട്രംപിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള പരിപാടിയാണ്. അത് എങ്ങനെയായിരിക്കും നടപ്പിലാക്കുക? എന്തായാലും അതിൽ നിന്ന് പിൻവാങ്ങുന്നതെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അവർക്ക് ഗ്രീൻലാൻഡ് വേണം. പണം കൊടുത്തുകൊണ്ടെങ്കിൽ പണം കൊടുത്തെടുക്കാം, അല്ലെങ്കിൽ പടയെ അയച്ച് പിടിച്ചെടുക്കാം. ഇതാണ് ട്രംപിന്റെ പോളിസി. ഈ പറഞ്ഞ പട്ടികയിൽ ബൊളീവിയയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യൂബ, ബൊളീവിയ, ഗ്രീൻലാൻഡ്. ബൊളീവിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ MABB ഒക്കെ എന്ത് ചെയ്യൂല്ലേ? ഫിഡൽ കാസ്ട്രോ എന്നൊക്കെ പറഞ്ഞ്. അതെ, അതിപ്പോ രണ്ട് സ്ഥലത്തും ക്യൂബയും പ്രശ്നമാണല്ലോ. ശരി, അതെ, ക്യൂബയൊക്കെ അദ്ദേഹത്തിന്റെ പൃഥ്വിരാജ്യം പോലെ. ക്യൂബയൊക്കെ പക്ഷെ ഒരുപാട് കാലമായിട്ട് അമേരിക്കയുടെ നോട്ടത്തിലാണ്. ഫിദൽ കാസ്ട്രോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഫിദൽ കാസ്ട്രോനെ തന്നെ അവർ തട്ടിക്കൊണ്ടുപോയായിരുന്നു. അതെ അതെ. അപ്പോ ഇതിപ്പോ ഗ്രീൻലാൻഡിൻ്റെത് വളരെ ഗുരുതരമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കാണ് അവിടുത്തെ വിദേശകാര്യവും പ്രതിരോധവും നോക്കുന്നത്. ബാക്കി അതൊരു സ്വയംഭരണ രാജ്യമാണ് ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞാൽ. അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചൊരു സ്വതന്ത്ര രാജ്യമാകണം എന്ന് വിചാരിക്കുന്ന ജനങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷെ 57,000 പേരേ ഉള്ളൂ ഗ്രീൻലാൻഡ്. അതൊരു ദ്വീപപ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അവിടെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ഈ പ്രകൃതി വിഭവങ്ങളുള്ള സ്ഥലങ്ങളിലെ ഈ കോളനീകരണമാണ് ഇപ്പോൾ ട്രംപ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഗ്രീൻലാൻഡിലെ ഓരോ പൗരനും 57,000 പേരല്ലേ ഉള്ളൂ. $10,000 മുതൽ $1,00,000 വരെ വാഗ്ദാനം ചെയ്തിട്ട് അനുകൂലമാക്കുക, അമേരിക്കയ്ക്ക് അനുകൂലമാക്കുക എന്ന് പറഞ്ഞൊരു തന്ത്രം. അതായത് കാശ് കൊടുത്ത് മേടിക്കുക. ഈ തമിഴ്നാട്ടിലൊക്കെ വോട്ട് മേടിക്കില്ലേ, കാശ് കൊണ്ട് 5,000 രൂപയൊക്കെ കൊടുത്തിട്ട് എന്ന് പറഞ്ഞ പോലെ ഈ പൗരന്മാരെ അവരുടെ കൺസെന്റ് വാങ്ങണം കാശ് കൊടുത്തിട്ട്. അതെ, ആ പരിപാടിയിലേക്ക് ഇപ്പോൾ ആലോചിക്കുന്നു എന്ന് ഇന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ റേഞ്ച് ഓഫ് ഓപ്ഷൻസ്, ഒരുപാട് ഓപ്ഷനുകൾ വൈറ്റ് ഹൗസ് പരിശോധിക്കുന്നു, സൈനിക നടപടി ഉൾപ്പെടെ എന്നുള്ള റിപ്പോർട്ട് വിദേശ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. BBC-യോട് ഈ കാര്യം വൈറ്റ് ഹൗസ് വക്താക്കൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ സുരക്ഷയ്ക്കാണ് മുൻഗണന എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് പിടിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ BBC-യോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെൻമാർക്കിന് ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും എന്ന്. അത് സെലൻസ്കിയോടും യൂറോപ്പ് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് വൈറ്റ് ഹൗസ് വക്താക്കൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഗ്രീൻലാൻഡ് വേണ്ടി വന്നാൽ പിടിച്ചെടുക്കും, ട്രംപ് അതിനുള്ള അനുവാദം തന്നിട്ടുണ്ട് എന്നത്. അപ്പോൾ ഗ്രീൻലാൻഡിന് പ്രധാനമന്ത്രിയുണ്ട്. ഗ്രീൻലാൻഡിൻ്റെ പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അമേരിക്ക ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് നാറ്റോയുടെ അവസാനമായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. നാറ്റോ രാജ്യത്തിൽപ്പെട്ടതാണല്ലോ ഡെൻമാർക്കും ഒക്കെ. അപ്പോൾ നാറ്റോ രാജ്യങ്ങൾ ഈ അമേരിക്കയുടെ പദ്ധതി പരാജയപ്പെടുത്തണം എന്നുള്ളതാണ് ഗ്രീൻലാൻഡിൻ്റെ താല്പര്യം. നാറ്റോ എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു എന്നാണ് അവരുടെ പ്രധാനമന്ത്രി ചോദിക്കുന്നത്. അപ്പോൾ വൈറ്റ് ഹൗസ് വക്താക്കൾ പറയുന്നു, പ്രസിഡന്റിൻ്റെ ടീമും ഗ്രീൻലാൻഡ് എങ്ങനെ പിടിച്ചെടുക്കാം എന്നുള്ള കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പട്ടാളം റെഡിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റേ വാൾ സ്ട്രീറ്റ് ജേർണൽ പറയുന്നത് മാർക്കോ റൂബിയോ ഒരു യോഗം വിളിച്ചിരുന്നു, അവരുടെ സെക്രട്ടറി ഒരു യോഗം വിളിച്ചിരുന്നു. ഒന്നുകിൽ പിടിച്ചെടുക്കുക, ആദ്യം ഇത് വാങ്ങാൻ കഴിയുമോ എന്ന് നോക്കുക, അല്ലെങ്കിൽ പിടിച്ചെടുക്കുക, ഇതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞിരുന്നു. അതല്ലെങ്കിൽ കോമ്പാക്ട് ഓഫ് ഫ്രീ അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞൊരു തന്ത്രം പ്രയോഗിക്കുക. അപ്പോൾ റഷ്യ, ചൈന ഈ രണ്ട് രാജ്യങ്ങൾക്കും ഗ്രീൻലാൻഡിൽ താല്പര്യമുണ്ട്.
അവിടുത്തെ റെയറസ് കാരണം, അപൂർവ മൂലകങ്ങൾ, ധാതു സമ്പത്തൊക്കെ കാരണം റഷ്യക്കും ചൈനയ്ക്കും താല്പര്യമുണ്ട്. ചൈനയ്ക്ക് വെനസ്വേലയിലും താല്പര്യമുണ്ടായിരുന്നു. അതാണ് അമേരിക്ക ഇടപെടാനുള്ള കാര്യങ്ങളിലൊന്ന്. അപ്പോൾ ആർട്ടിക് ഐലൻഡാണ് ഈ ഗ്രീൻലൻഡ്. അത് അവിടുത്തെ ജനതയുടേതാണെന്ന് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന വന്നിരുന്നു. അത് ട്രംപിനെതിരായ പ്രസ്താവനയാണ്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ, ബ്രിട്ടൻ, ഡെൻമാർക്ക് ഇത്രയും രാജ്യങ്ങൾ ആ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരുന്നു. 2019 ട്രംപ് പറഞ്ഞിരുന്നത് ഗ്രീൻലാൻഡ് വേണം, അതൊരു റിയൽ എസ്റ്റേറ്റ് ഡീലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഈ കൊല്ലമായപ്പോൾ അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ആയിട്ടല്ല പറയുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷിതത്വം, പരമാധികാരം, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലാണ് ഈ ഗ്രീൻലാൻഡ് കിടക്കുന്നത്. രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ തന്ത്രപ്രധാനമാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ റെയർ എർത്ത് മാത്രമല്ല കാര്യം, പ്രതിരോധപരമായി നിർണായക പ്രാധാന്യം ഈ ഡീഗോ ഗാർഷ്യയൊക്കെ പോലെ ഈ ദ്വീപിനുണ്ട്. റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഇടയിലായതുകൊണ്ട് ഓയിലുണ്ട്, ഗ്യാസ് ഉണ്ട്, ഗ്രീൻ ടെക്നോളജി അതിന് നല്ലതാണ്. അപ്പോൾ ചൈനയെ പുറത്ത് നിർത്തുക, വെനസ്വേലയുടെ കാര്യത്തിൽ എന്ന പോലെ അതും ഗ്രീൻലൻഡിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒരുപാട് മഞ്ഞു മൂടിക്കിടക്കുന്ന സ്ഥലമാണ് ഗ്രീൻലൻഡ്. പക്ഷെ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മഞ്ഞുരുകുന്നുണ്ട്. മഞ്ഞുരുകുന്നത് കൊണ്ട് ഓയിൽ ഡ്രില്ലിങ്, എണ്ണ പര്യവേഷണം നടക്കും എന്നുള്ളൊരവസ്ഥ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അതാണ് ട്രംപിൻ്റെ താല്പര്യം. 2021 പര്യവേഷണ ലൈസൻസ് നിർത്തി. എണ്ണ പര്യവേഷണത്തിന് പുറത്ത് ലൈസൻസ് കൊടുക്കുന്നതൊക്കെ ഗ്രീൻലൻഡ് നിർത്തി. ഈ ചെമ്പുണ്ട്, ലിഥിയമുണ്ട്. ലിഥിയം ഈ ബാറ്ററികൾക്ക് ഉപയോഗിക്കുന്നതാണ് ലിഥിയം ബാറ്ററികൾ. കോബാൾട്ട്, നിക്കൽ ഇതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ പുതിയൊരു കപ്പൽ പാത, ഈ മഞ്ഞൊക്കെ ഉരുകിക്കഴിഞ്ഞാൽ ആർട്ടിക് പാത അതുവഴി സൂയസിന് പകരം ഒരു എളുപ്പ കപ്പൽ പാത അതുവഴി വരാവുന്നതാണ്. ആർട്ടിക് കപ്പൽ പാത പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്ന് കിഴക്കൻ ഏഷ്യയിലേക്കൊരു ചെറിയ റൂട്ട് ആയിട്ട് വികസിപ്പിക്കാൻ പറ്റും. പകുതി ദൂരം കുറയും. അതും ഗ്രീൻലൻഡ് പിടിക്കുന്നതിന് ഒരു കാരണമാണ്. അപ്പോൾ ചൈനയും റഷ്യയും ഈ കഴിഞ്ഞ നവംബറിൽ ഒരു ആർട്ടിക് ഷിപ്പിംഗ് റൂട്ടിന് കരാർ ഒപ്പിട്ടിരുന്നു. അപ്പോൾ റഷ്യയും ചൈനയും അങ്ങനെ ഒരു ആർട്ടിക് പാത, കപ്പൽ പാതയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ വേറൊരു കപ്പൽ പാത അമേരിക്കയ്ക്ക് ആകാമല്ലോ. അതും ഗ്രീൻലൻഡ് പിടിക്കുന്നതിൻ്റെ പിന്നിലുണ്ട്. ഗ്രീൻലൻഡിൽ ഇപ്പോൾ അമേരിക്കയുടെ ഒരു താവളം ഉണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ഏർലി വാർണിംഗ് താവളം ആണത്. ബാലിസ്റ്റിക് മിസൈൽ എവിടെ നിന്നും അയക്കുകയാണെങ്കിൽ നേരത്തെ അറിയാനുള്ള സംവിധാനങ്ങൾ അവിടെ വച്ചിരിക്കുകയാണ്. ശീതയുദ്ധ കാലം മുതൽ അവിടെ താവളമുണ്ട്. ആ താവളം പിത്തുഫി കോർ എന്ന് പറയുന്ന താവളമാണ്. മുമ്പ് തുളെ എന്ന് പറയുന്ന താവളം. അപ്പോൾ ഗ്രീൻലൻഡിൽ അമേരിക്കൻ താവളം ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ സൈനിക നടപടിക്ക് പ്രയാസമൊന്നുമില്ല ഗ്രീൻലൻഡിൽ. അപ്പോൾ രണ്ടാം ലോക യുദ്ധകാലത്ത് അമേരിക്കൻ സേന ഗ്രീൻലൻഡിൽ ഉണ്ടായിരുന്നു. 1945 വിട്ടു പോകുന്നത്. 1953 ഡെൻമാർക്കിൻ്റെ കയ്യിൽ വന്നു. ഗ്രീൻലൻഡിൻ്റെ വിദേശകാര്യം, പ്രതിരോധമൊക്കെ ഡെൻമാർക്ക് നോക്കുന്നു. അപ്പോൾ അവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഗ്രീൻലൻഡ് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഡെൻമാർക്ക് പാർലമെൻറ്റിൽ ഗ്രീൻലൻഡിന് 2 MP-മാരുണ്ട്. ഇതാണ് ഗ്രീൻലൻഡിൻ്റെ സംവിധാനം. അപ്പോൾ വെനസ്വേലയ്ക്ക് ശേഷം ഉടനെ പിടിക്കാൻ സാധ്യത ഗ്രീൻലൻഡ് ആണെന്നുള്ളതാണ് അവസ്ഥ. അല്ല, ഇതിൻ്റെ ഒരു പൊതുസൂചന എന്ന് പറയുന്നത് അമേരിക്ക പുതിയ കോളനിവൽക്കരണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇന്ന് പറയുന്നു, നാളെ നടപ്പിലാക്കുന്നു. എതിർക്കാനായിട്ട് ലോകത്ത് ശക്തികളൊന്നുമില്ല. ചൈന ആയാലും റഷ്യ ആയാലും ഈ കാര്യത്തിൽ അവർ നേരിട്ടുള്ള യുദ്ധത്തിനോ എതിർപ്പിനോ തയ്യാറല്ല. കാരണം ഇത്
സമ്പത്തിൻ്റെ ഒരു സ്വരുക്കൂട്ടിലാണ്, അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റലാണ് പ്രശ്നം. അപ്പോൾ അതിൻ്റേതായ വഴികളെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ആ കാര്യത്തിൽ അമേരിക്കയ്ക്കുള്ള ഒരു ആധിപത്യം തുടരും എന്ന് തന്നെ കണക്കാക്കണം. ഇന്നലെ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ ആദ്യം കുറേ നേരം പറഞ്ഞത് ഒരു 1/4 മണിക്കൂർ ഈ മദൂറോയെ അമേരിക്ക പിടിച്ചു കൊണ്ടുപോയത് അത് ശരിയായില്ല എന്നുള്ളതാണ്. അതെ, അത് അങ്ങനെ അഭിപ്രായം പറയുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അഭിപ്രായം പറയുന്നതിനപ്പുറത്തേക്ക് നീങ്ങാൻ ഒരു സ്കോപ്പും ഇല്ലാത്ത മേഖലയാണുള്ളത്. ശരിക്കും നമുക്കൊരു വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രകടനം അതിൻ്റെ അകത്ത് ഇന്ത്യ മൗനം പാലിക്കുന്നു. മോദി ഒന്നും പറയുന്നില്ല. കാരണം എന്നാ പറഞ്ഞിട്ട് കാര്യമില്ല. ഇടപെടാൻ സ്കോപ്പില്ല ശരിക്കും പറഞ്ഞു. അല്ലെ, റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിൽ പോലും അതിനകത്ത് അങ്ങനെ പ്രതികരിക്കുന്നില്ല. കാരണം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ യുദ്ധസന്നാഹം നടത്താനായിട്ട് തീരുമാനിക്കണം. അങ്ങനെ ഉള്ള ഒരവസ്ഥയിലല്ല പൊതുവെ ലോകം. അതുകൊണ്ട് അമേരിക്കയുടെ ഈ ആധിപത്യവും അതുപോലെ കീഴ്പ്പെടുത്തലും തുടർന്നുകൊണ്ടിരിക്കും എന്നേ നമുക്ക്. അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി ഇതിനൊരു കാരണമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ശരിയാണ്. അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല. കുറെ കാലം അവർ നടത്തിയ യുദ്ധം, വലിയ ആഭ്യന്തരക്കടവും പുറംകടവും ഒക്കെ ഉള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്ക നിലനിന്ന് പോകുന്നത് അവരുടെ ട്രഷറി ബോണ്ടുകളുണ്ട്, കടപ്പത്രം. ആ കടപ്പത്രത്തിൽ ചൈന, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ വലിയ തോതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ആ കടപ്പത്രങ്ങളിൽ. ഈ ചൈനയും ജപ്പാനും ആ കടപ്പത്രങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അമേരിക്ക വെള്ളത്തിലാവും. ചൈന പതുക്കെ പിൻവലിഞ്ഞ് സ്വർണത്തിൽ നിക്ഷേപിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഭീഷണി കുറിച്ച് നോക്കുന്നുണ്ട് അമേരിക്ക. ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. ആ യാഥാർത്ഥ്യങ്ങളെ അങ്ങനെ തന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാവുന്നത് മാത്രമേ ലോകത്തിന് ഇപ്പോൾ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.